ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9ാമത് ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് A കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് M. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് CEOമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. बहुत लोगों को हमें जोड़ना है और जैसा विदेश से लोग गए हुए वापस आ रहे हैं, मैं समझता हूं कि हमें ऐसा एक औरा खड़ा कर देना चाहिए कि इस फील्ड में दुनिया भर के लोगों को एक जिंदगी बनानी है तो हिंदुस्तान जाओ, भारत की स्टार्टअप से जुड़ जाओ, भारत की कोई स्पेस एजेंसी से जुड़ जाओ. मैं पक्का मानता हूं जी, पूरा टैलेंट पूल जो है एक मैग्नेट की तरह आपके कारण हम खींच सकते और वो हमारी एक बहुत बड़ी ताकत बन सकती. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9ാമത് ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷാ മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27ാമത് IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20I സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ് വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപാദനം, സെമി കണ്ടക്ടർ, ശുദ്ധ-ഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നായി 200-ലധികം വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500-ലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ്, കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27, സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ 2ാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ ഒമാൻ വിദേശ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9ാമത് ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.